എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ വാട്സപ്പ് നമ്പറാണ്. ഓൺലൈൻ വഴി നിങ്ങളുടെ ജ്യോതിഷങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരുന്ന എനിക്ക് അപ്പോൾ കാര്യത്തിലെടുക്കാം. അന്നദാനം മഹാദാനം അല്ലേ? നമ്മൾ മിക്ക ക്ഷേത്രത്തിലും പോയി അന്നദാനം കഴിച്ചിട്ടുണ്ട്. പക്ഷേ അവിടത്തേക്ക് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മിക്ക ക്ഷേത്രങ്ങളിലും ഈ കമ്മിറ്റിക്കാർ വിളമ്പഴത്തേക്ക് മുഖം നോക്കിയാണ് അന്നദാനം കൊടുക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ഒരു ക്ഷേത്രത്തിൽ പോവാണ്. അപ്പോൾ അവിടുത്തെ കമ്മിറ്റിയിലുള്ള ആൾക്കാരൊക്കെ എൻ്റെ കൂട്ടുകാരൻ്റെ പരിചയക്കാരാണ്. ആ വ്യക്തിക്ക് എന്നെ പരിചയമില്ല. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് അന്നദാനത്തിൻ്റെ ടൈമായി അന്നദാനത്തിന് കയറാൻ നിൽക്കുന്ന സമയത്ത് അവനെ 2 പിടി ചോറ് കൂടുതലിടും, 2 തവി സാമ്പാർ ഒഴിക്കും, 2 തവണ അവിയൽ, പായസം ഇച്ചിരി കൂടുതൽ, 2 പപ്പടം വെക്കും. അപ്പം ഞാൻ തൊട്ട് പുറകിലുണ്ട്. അപ്പോൾ എന്നെ പരിചയമില്ലാത്തതുകൊണ്ട് ഇവരും വരുന്ന കമ്മിറ്റിക്കാരെന്ത് ചെയ്യും, മുഖം നോക്കി ഭക്തർക്ക് ഭക്ഷണം വിളമ്പും. നമ്മൾ രണ്ടാമത് ചോദിക്കുകയാണെങ്കിൽ ഇവർ ചോദിക്കുന്ന ഒറ്റൊരു ചോദ്യമാണ്, ഇത് പ്രസാദമാണ് എല്ലാവർക്കും വേണ്ടതെന്ന്. അങ്ങനെയാണെങ്കിൽ പ്രസാദമാണെങ്കിൽ സ്പൂണിനകത്ത് കൊടുത്താൽ പോലെ. എന്തിന്? അന്നദാനം നടത്തുന്ന ഭക്തജനങ്ങൾ മുഖം നോക്കി നടക്കുന്ന ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തരുത്. അതിന് യാതൊരു ദോഷവും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. നിങ്ങൾ അങ്ങനെ അന്നദാനം നടത്തുന്നുണ്ടെങ്കിൽ ഭക്തജനങ്ങളെ നിങ്ങൾ തന്നെ വിളമ്പി കൊടുക്കുക. അതായത് എനിക്ക് ഏറ്റവും തൃപ്തിയായി അന്നദാനം കിട്ടിയെന്ന് പറഞ്ഞാൽ മണ്ണാറശാല. നമുക്ക് ഭക്തജനങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയാം, കൃത്യം 11:15 മണ്ണാർശാലയിൽ അന്നദാനം സ്റ്റാർട്ട് ചെയ്യും. അവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങളും പല പല ജില്ലയിൽ നിന്നും പല പല ദേശത്തു നിന്നാണ് മണ്ണാർശാല വരുന്നത്. അവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഒരേപോലെയാണ് അവിടെ അന്നദാനം വിളമ്പുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ കോവിഡിന് മുമ്പൊക്കെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ കഞ്ഞി ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കുണ്ടോ എന്ന് അറിയത്തില്ല. ഭക്തജനങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താണ്. ഇപ്പോൾ ഒത്തിരി ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ കഞ്ഞി കുടിച്ചിട്ട് വൈകിട്ട് പോയിട്ട് രാവിലെ ഇടയ്ക്ക് പോകാറുണ്ട്. ചോദിക്കണമെന്ന് വിചാരിക്കും, പക്ഷേ അവിടെ എത്തുമ്പോൾ ആ ഭക്തിയിലൊക്കെ തൊടുതോറും മറന്നു പോകും. അപ്പോൾ അവിടെ നിന്ന് ഒരു കഞ്ഞി കുടിച്ചിട്ടുണ്ട്. അവിടെ എത്ര ആൾക്കാർ ക്യൂ നിന്നാലും, ഇപ്പോൾ അയ്യപ്പന്മാർ ക്യൂ നിന്നാലും എല്ലാവർക്കും ഒരേപോലെയാണ്. അതേപോലെ തന്നെ കല്ലേലിൽ എല്ലാ ദിവസവും കഞ്ഞിയും അച്ചാറും വൻപയറും ഉണ്ട്. അതും വരുന്ന ഭക്തജനങ്ങൾക്ക് മുഖം നോക്കാതെ വയറ് നിറച്ചാണ് തരുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയുന്നത്, തൊടുപുഴ വെങ്ങല്ലൂർ ഒരു നാഗരാജ ക്ഷേത്രമുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയത് അവിടെ എല്ലാ ദിവസവും കാപ്പിയുണ്ട്. അത് ഏത് ഭക്തജനങ്ങളാണെങ്കിലും മുഖം നോക്കാതെ, ചിലപ്പം ദോശ സാമ്പാർ, ദോശ കടലക്കറി, ഉപ്പുമാവ് സാമ്പാർ, ഉപ്പുമാവ് കടലക്കറി, ഒരു ഗ്ലാസ് ചായയുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ വരുന്ന ഭക്തജനങ്ങൾക്ക് വയറ് നിറച്ചാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ബാക്കിയുള്ള ക്ഷേത്രത്തിൽ ഈ അന്നദാനം എന്നൊക്കെ പറഞ്ഞ് ആയ ഭക്തജനങ്ങളുടെ കയ്യിൽ നിന്ന് 10,000-30,000 രൂപയൊക്കെ മേടിച്ചിട്ട് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കത്തില്ല. രണ്ടാമത് നമ്മൾ ചോറ് ചോദിക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു മറുപടിയാണ്, ഇത് പ്രസാദമാണെങ്കിൽ പിന്നെ സ്പൂണിൽ കൊടുത്താൽ പോരെ. എൻ്റെ ചോദ്യം, പ്രസാദമാണെങ്കിൽ ഇവർക്ക് സ്പൂണിൽ കൊടുത്താൽ പോരെ? ഇല്ലെങ്കിൽ എഴുതി വെക്കണം, അന്നദാനം 10 പേർക്കേ ഉള്ളൂ. അപ്പോൾ 10 പേർക്ക് നമ്മൾ കൊടുത്താൽ നമ്മൾ വയറ്റിൽ കൊള്ളുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ 10 പേർക്ക് കൊടുത്താലും സംതൃപ്തിയോടുകൂടി കൊടുക്കുക. ഇപ്പം ഈ അന്നദാനം നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ കമ്മിറ്റിക്കാരോട് പറയുക, ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് കംപ്ലീറ്റ് ഞങ്ങൾ വിളമ്പി കൊടുത്തോളാം, നിങ്ങൾ വിളമ്പണ്ട, ഇന്ന കറികളും കാര്യങ്ങളും വേണം. രണ്ടാമത് അന്നദാനം ചോദിച്ചാൽ വരുന്നവർക്ക് കൊടുക്കണം. ഇവർ സംഭവം കമ്മിറ്റിക്കാർ ചെയ്യുന്നവർ ഭക്തജനങ്ങൾക്ക് കൊടുക്കത്തില്ല. എന്നിട്ട് ഭക്തജനങ്ങളെല്ലാവരും പോയി കഴിയുമ്പോൾ ഇവരെല്ലാവരും വണ്ടിക്കകത്ത് നെയ്യുടെ കുപ്പിയും ഈ പറയുന്ന പോലെ കവറൊക്കെ ആയിട്ട് വന്നിട്ട് അവരവരുടെ വീട്ടിൽ കൊണ്ടുപോകും. ഭക്തജനങ്ങൾക്ക് രണ്ടാമത് ചോറ് കൊടുക്കത്തില്ല. കമ്മിറ്റിക്കാരിലെ മക്കൾക്കും ഭാര്യയ്ക്കും ഇല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് കൂടുതൽ ചോറ് കൊടുക്കുന്നത് ഈ ക്ഷേത്രത്തിൽ വരുന്നവർക്ക്. മിക്ക ക്ഷേത്രങ്ങളിൽ അന്നദാനം മുഖം നോക്കിയാണ് കൊടുക്കുന്നത്. എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ നല്ലപോലെ കൊടുക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഈ ഭക്തജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ ശ്രദ്ധയപ്പെടുകയാണെങ്കിൽ കമ്മിറ്റിക്കാർക്കോട് നിങ്ങൾ പറയാം, ഞങ്ങൾ വിളമ്പി കൊടുത്തോളാം. ഇല്ലെങ്കിൽ വിളമ്പുന്നവർക്ക് രണ്ടാമത് സാമ്പാർ കൊടുക്കുക, അവിയൽ കൊടുക്കുക, ചോറ് കൊടുക്കുക, എല്ലാം കൊടുക്കുക. എന്തായാലും നമ്മൾ വയറ്റിൽ കൊള്ളുന്ന ആഹാരമല്ലേ കഴിക്കത്തുള്ളൂ. അപ്പോൾ എനിക്കൊരു വീഡിയോ യൂട്യൂബിലൂടെ ഭക്തജനങ്ങൾക്ക് ഒരു അറിവ് തരണമെന്ന് തോന്നി. ഒത്തിരി ക്ഷേത്രത്തിൽ അങ്ങനെ നടക്കുന്നുണ്ട്. മുഖം നോക്കിയാണ് കമ്മിറ്റിക്കാരൊക്കെ ചെയ്യുന്നത്. കമ്മിറ്റിക്കാർ അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളിവിടെ ചെയ്യുന്നതും കാണുന്നതൊക്കെ അവിടെ ഇരിക്കുന്ന ഈശ്വരൻ കണ്ടുകൊണ്ടിരിക്കുന്നു. നാളെ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് തിരിച്ചടി കിട്ടും. നിങ്ങൾ നോക്കിക്കുമ്പോഴായിരിക്കും ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നത്. അതുകൊണ്ട് അന്നദാനം നടത്തുന്ന കമ്മിറ്റിക്കാർ ക്ഷേത്രങ്ങളിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് വയറ് നിറച്ച് കൊടുക്കുക. രണ്ടാമത് വേണമെങ്കിൽ ആവശ്യം അനുസരിച്ച് കൊടുക്കുക. എന്തായാലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ, ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ വയറ്റിൽ കൊള്ളാന്നല്ലേ കഴിക്കത്തുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ അവരിപ്പോൾ കുറച്ച് ചോറിട്ടു, ഒരു തവി സാമ്പാർ ഒഴിക്കുന്നത്. അപ്പോൾ ചിലവർ പറയും മിച്ചം വെച്ച് കളയുന്ന കറി കൊടുക്കത്തില്ല. ശ്രദ്ധിച്ചറിയാം, ചോറ് ചിലപ്പോൾ ചില ക്ഷേത്രത്തിലെ ഭാര്യയ്ക്കൊരു കൊടുക്കും, കറി കൊടുക്കും, ഒരു തവി സാമ്പാർ, ഒരു തവി അവിയൽ. അപ്പം നല്ലപോലെ ഇളക്കി കുഴച്ച് കഴിക്കുന്നവന് രണ്ടാമത് കറി ഉണ്ടോ? അപ്പോൾ കറി ചോദിക്കുമ്പോൾ കറി ഇവർ കൊടുക്കത്തില്ല. അപ്പോൾ ചോറ് കൊണ്ട് കളയുന്നത്. അപ്പം ഇവരുടെ ഡയലോഗ് എന്താണെന്ന് പറഞ്ഞാൽ, ചോറ് കളയുന്നതുകൊണ്ട് ഞങ്ങൾ അത് കൊടുക്കാത്തതുകൊണ്ടാണെന്ന് പറയും.
കറിയും ചോറും കൊടുക്കുന്നില്ലല്ലോ, ചോറ് കൊടുക്കുന്നുണ്ട്, കറി കൊടുക്കുന്നത് ഒരു തവി സാമ്പാറാണ്. എങ്ങനെ സാമ്പാർ കുഴച്ചിളക്കി വരുമ്പോഴത്തേക്ക് സാമ്പാർ തീരും അല്ലേ? കഴിക്കുന്നവർക്ക് അറിയാലോ പറയാതെ. അപ്പം സാമ്പാർ 2 തവി ഒഴിക്കുക, രണ്ടാമത് കൊണ്ടുവന്ന് കൊടുക്കുക. ചില ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്നുണ്ട്, ചില ക്ഷേത്രങ്ങളിൽ കമ്മിറ്റിക്കാർ മുഖം നോക്കിയാണ് ഭക്ഷണം കൊടുക്കുന്നത്. അവർക്ക് പരിചയമുള്ള ആൾക്കാർക്ക് 2 തവി 3 തവിയൊക്കെ കൊടുക്കും, പായസവും കൂടുതൽ കൊടുക്കും. എന്നിട്ട് ഇവരെല്ലാവരും പോയി കഴിഞ്ഞ് ഈ കമ്മിറ്റിക്കാർ തന്നെ ഇവരുടെ വീട്ടിൽ കൊണ്ടുപോകും. ഇതാണ് മിക്ക ക്ഷേത്രത്തിലും നടക്കുന്നത്. അപ്പം നല്ല രീതിയിൽ അന്നദാനം നടക്കുന്ന എൻ്റെ അഭിപ്രായത്തിൽ മണ്ണാർശാലയിൽ നല്ലപോലെ അന്നദാനം കൊടുക്കുന്നുണ്ട്. വൈക്കം മഹാദേവ ക്ഷേത്രം, അതുപോലെ തന്നെ തൊടുപുഴ വെങ്ങല്ലൂരുള്ള സർപ്പക്ഷേത്രം, പിന്നെ ഞാൻ ഇത്രയിടത്തൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്. അവിടെയൊക്കെ മുഖം നോക്കാതെയാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നല്ലപോലെ രീതിയിൽ തന്നെയാണ് അന്നദാനം കിടക്കുന്നത്. ഈ ദേവസ്വം ബോർഡ് അല്ലാത്ത ഉള്ള ക്ഷേത്രങ്ങളിലാണ് ഈ കമ്മിറ്റിക്കാർ മുഖം നോക്കി ആഹാരങ്ങൾ കൊടുക്കുന്നത്. ചില ക്ഷേത്രത്തിൽ നല്ലപോലെ കൊടുക്കുന്നുണ്ട്, തീരെ മിക്ക ക്ഷേത്രങ്ങളിലും മുഖം നോക്കി തന്നെയാണ് അന്നദാനം കൊടുക്കുന്നത്. അത് ഭക്തജനങ്ങൾ ആ കമ്മിറ്റിക്കാരോട് പറയട്ടെ, ഞങ്ങൾ വിളമ്പിക്കോളാം അന്നദാനം എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ അവിടെ വെച്ച് തീരാനുള്ള പ്രശ്നമുള്ളൂ. നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഇതേപോലെ ഉണ്ടെങ്കിൽ ഭക്തജനം ഒന്ന് കമൻറ്റ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക.